ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്താ പറയുക, കണ്ടറിയണം കോശി നിങ്ങളുടെ അവസ്ഥ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടോ? ഈശ്വരനിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവും അല്ലെ? ഒരു 100% ആൾക്കാരെടുത്താൽ അതിൽ 99% ആൾക്കാർക്കും ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ യക്ഷി, പ്രേതം, ഭൂതം ഈ സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നമ്മൾ പറയും വിശ്വാസമില്ല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഇത് നമ്മൾ എന്തായാലും പറയും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവേണ്ടതല്ലേ? അല്ലേ? ആണ്. പക്ഷെ നമ്മൾക്ക് ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പിശാചിനെയും യക്ഷീനെയും ഭൂതത്തിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ ഞാനിന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മയുടെയും അല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മ അവരൊക്കെ കുഞ്ഞുനാളിലെ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് നടന്നതാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ ഭയങ്കര നിരീശ്വരവാദിയോ അല്ലെങ്കിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ടൊന്നും നിങ്ങൾ എന്നെ കണക്കാക്കരുത്. അപ്പം നമുക്ക് വേഗം തുടങ്ങിയാലോ. അപ്പം അതായത് രാത്രി സമയങ്ങളിൽ ആണല്ലോ ഈ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നത്, യക്ഷി, ഭൂതം, പ്രേതം എല്ലാം. അതിൽ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് പടവന്മാർ എന്ന് പറയും. അതായത് ഒരു അർദ്ധരാത്രി 12 മണിക്ക് ശേഷം 1 മണി 2 മണി സമയങ്ങളിൽ പണ്ടുള്ള കാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല. അപ്പം എന്താ പറയാ, വിജനമായിട്ട് കിടക്കുന്ന പറമ്പുകളൊക്കെ ആയിരിക്കും. അതൊക്കെ നടന്ന് വേണം എല്ലാവർക്കും അവരവരുടെ വീട്ടിലൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ലേറ്റായിട്ട് ഇങ്ങനെ നടക്കും, 2 മണിക്കൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പുറകിൽ കൂടെ ആരോ നടക്കണ കാൽപാദം നടന്നു വരണതിന്റെ ശബ്ദം നമുക്ക് കേൾക്കും. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീണ്ടും നടക്കും. അപ്പൊ പിന്നെയും ഇങ്ങനൊരു ആരോ കൂടെ നടക്കുന്ന പോലെ നമുക്ക് വീണ്ടും ഫീൽ ചെയ്യും. വീണ്ടും നമ്മൾ തിരിഞ്ഞു നോക്കും, അപ്പോഴും ആരും ഉണ്ടാവില്ല. പിന്നെ നമ്മള് തിരിഞ്ഞു നോക്കുമ്പോ മനുഷ്യരൂപമൊക്കെ പോലത്തെ ഒരു കോലം. പോകെ നമ്മള് ഇതിങ്ങനെ തിരിഞ്ഞു നോക്കി പോകുമ്പോ ഈ സാധനം ഇങ്ങനെ വലുതായി ഹൈറ്റ് ഇങ്ങനെ വെച്ച് പോകും. അങ്ങനെ തെങ്ങിന്റെ അത്രയും പൊക്കത്തിൽ ഇത് ഹൈറ്റിൽ പോയിട്ട് നമ്മുടെ മേത്തോട്ട് മറിഞ്ഞൊരൊറ്റ വീഴ്ച. ഇതിന് ഇങ്ങനെയുള്ള ആളുകളെ പറയുന്നതാണ് പടവന്മാരെന്ന്. ഇത് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു, അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുട്ടിക്കാലത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് നമ്മുടെ കണ്ണിങ്ങനെ ചുറ്റിച്ചു കൊണ്ടുപോകും. ഇതേപോലെ 1 മണി 2 മണി സമയത്ത് വിജനമായിട്ടുള്ള വഴികളിൽ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിലോട്ടായിരിക്കും പോകേണ്ടത്. പക്ഷേ ഈ സാധനങ്ങൾ ഇങ്ങനെ കണ്ണ് ചുറ്റിച്ച് നമ്മൾ സഞ്ചരിക്കാത്ത പല വഴികളിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിപ്പിക്കും. ഇങ്ങനെ നടത്തി ചിലപ്പോൾ വല്ല തോടുണ്ടാവും, അല്ലെങ്കിൽ വല്ല കുളം ഉണ്ടാവും. അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നമ്മളങ്ങനെ ചത്തുപോകും. കഥം. അല്ലെങ്കിൽ ചുറ്റി നടന്ന് ലാസ്റ്റ് നമുക്ക് ചിലപ്പോൾ ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് വീട്ടിൽ പോകും. അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ വരുന്ന സാധനങ്ങളാണ് ചാത്തന്മാരെന്ന് പറയാ. ചാത്തന്മാര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവഭഗവാന്, മഹാദേവന് ഒരു ആദിവാസി സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള മകനാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പിന്നെ പോവാം. ചാത്തന്മാരെ കുറിച്ച് അറിയാം. ചാത്തന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാത്തന്മാരെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചാത്തന്മാര് എപ്പോഴും സത്യസന്ധന്മാരായിരിക്കും. അതേപോലെ തന്നെ പറഞ്ഞ വാക്കിന് വ്യവസ്ഥ പാലിക്കണം നമ്മൾ അവരോട്. അതായത് പണ്ടൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കുറേ കൃഷിയും തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അവർക്ക് ഒറ്റക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ചാത്തൻ സേവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തുടങ്ങും.
ചാത്തന്മാര് നോക്കിക്കോളും എന്നുള്ള ഒരു രീതിക്ക്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും പൈസയുടെ അത്യാവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാത്തന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാത്തന്മാർ ഇപ്പോൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ കാശ് ഒരുപാടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ എടുത്തു തരും. അപ്പൊ നമ്മൾ ചാത്തനൊരു വാക്ക് കൊടുക്കുകയാണ്, ഇപ്പൊ ഞാൻ എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെനിക്ക് തിരിച്ചു തരും എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു ഡേറ്റ് പറയാണ്. ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ നമ്മളത് തിരിച്ചവർക്ക് എടുത്ത് കൊടുത്തോളണം. കൊടുത്തില്ലെങ്കിൽ അതാണ് വേറൊരു മുഖവും കൂടെ ചാത്തന്മാർക്ക് ഉണ്ട്. അതായത് ഇങ്ങനെ എനിക്ക് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ്, തീട്ടെറിയവര്. അതേപോലെ തന്നെ ഇവര് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ തെങ്ങിന്റെ ഓലയുടെ തുമ്പത്ത് കൊണ്ടുവന്ന് നോക്കും. നമ്മൾ നോക്കുമ്പോ കൊച്ചിതേ അവിടെ ഇരുന്ന് കരയണയോ നിലത്ത് വീഴുന്ന വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണില്ല, പക്ഷെ അല്ലാണ്ട് ചാത്തൻ അവരെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ പേടിപ്പിച്ചു കളയും. അതായത് നമ്മൾ വാക്ക് പറഞ്ഞ വാക്കിന് വ്യവസ്ഥകേട് നമ്മള് ചാത്തന്മാരോട് കാണിക്കാൻ പാടില്ല. അങ്ങനെയാണ് ചാത്തന്മാര്. അതായത് എൻ്റെ വേറൊരു കുനമാവ് ഭാഗത്തൊരു, എനിക്ക് അറിഞ്ഞൂടാ, കേട്ടറിയുള്ളൂ, കുനമാവ് ഭാഗത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉടമയ്ക്ക് ഇതേപോലെ ചാത്തനുമായിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ എന്നിട്ട് അത് ഇതേപോലെ ചാത്തൻ തീട്ട എറിഞ്ഞ് പൂട്ടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ അമ്മാമ്മേൻ്റെ അച്ഛൻ്റെ അച്ഛന് ഭയങ്കര കളരിയായിരുന്നു. മറ്റേ കടത്തനാട്ട് അവിടെ നിന്നൊക്കെ ഭയങ്കര സംഭവം, ഭയങ്കര വലിയ പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ഈ ആൾക്ക് ചാത്തൻ സേവ ചാത്തൻ്റെ ഇതുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ഇവരെന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം കാണിക്കും. അപ്പോൾ പോലീസുകാര് ഇന്ന ആളെ വിളിച്ചു, അച്ചിച്ചനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ അയച്ചു. അപ്പോൾ ഇയാള് വന്നപ്പോ അച്ചിച്ചന് അയാള് സംസാരിച്ചത് എന്തോ ഇഷ്ടപ്പെട്ടില്ല, എന്തോ പൂട്ടിട്ട് അവിടെ നിർത്തിയിട്ട് അയാൾ അങ്ങനെയാ നിൽക്കുക. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വൈകിട്ടായപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞ്, അയ്യോ ഈ ആള് വിളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു നോക്കിയൊക്കെ. അപ്പൊ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ അച്ചിച്ചനോട് മാപ്പാക്കണം പൊറുക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ചിച്ചൻ വന്നിങ്ങനെ ഇനി പൊക്കോ എന്നും പറഞ്ഞിങ്ങനെ വന്ന് തൊട്ടു. അപ്പോഴാണ് ആ ആള് പോയെന്നാ പറയണേ. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അച്ചിച്ചൻ്റെ വീട്. ഇപ്പം ഞാൻ പറയില്ലേ ചാത്തൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം അച്ചിച്ചൻ്റെ ആർക്കോ ചാത്തനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അച്ചിച്ചനോട് പറഞ്ഞു, ചാത്തനെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ചിച്ചൻ പറഞ്ഞു, അത് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇതൊന്നും ആയിരിക്കില്ല, കണ്ടാ പേടിയാവും എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. അയാൾ വാശി പിടിച്ചു കഴിഞ്ഞപ്പോ അച്ചിച്ചൻ പറഞ്ഞു, ഒരു പണി ചെയ്യാം, ഞാൻ കാലിന്റെ ഒക്കെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് കണ്ടിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചിച്ചൻ മന്ത്രം ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പണ്ടത്തെ സ്റ്റെയർ കേസില്ലേ, പടിക്കെട്ടിന്റെ പണ്ടത്തെ തട്ടിന്റെ മേളിന്ന് ഒരു കാല് വന്നു. അതായത് ഭയങ്കര വലിയ കറുത്ത കാലുമേ നിറച്ചും ഹെയറോട് കൂടിയിട്ടുള്ള കാല്, കറുത്ത വലിയ നഖങ്ങളും ഭയങ്കര ആചാനബാഹുവായിട്ടുള്ള കാല്. ഇത് കണ്ട ഒരിക്കലും ആ കാലിന്റെ ഉടമസ്ഥനെ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അത്ര ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാലായിരുന്നു കാണിച്ചു കൊടുത്തത്. അപ്പത്തേനും അവര് പറഞ്ഞു, വേണ്ട ഞങ്ങൾക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇതിപ്പോ ചാത്തന്മാർക്കോ പ്രേതങ്ങൾക്കോ അങ്ങനത്തെ ഇത് മാത്രമല്ല, ഈ പണ്ട് കോട്ടുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി അങ്ങനെ ഉത്സവങ്ങളുണ്ട്. ആൾത്തൂക്കമൊക്കെ നടക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. സോ അവിടെ രാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നാടകമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ പെട്ടിക്കടയൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാർ, കുപ്പിവള മാല ഇതൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാർ, അതിൽ ഒരു ചേട്ടൻ നാടകം കണ്ടു കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ തിരിച്ചു പോകാനുള്ള ബസ് പോയി. അപ്പൊ ആൾക്ക് വേറെ ഇതുണ്ടായിരുന്നില്ല, ആള്
അവിടെ കടയിൽ തന്നെ അടച്ചു മൂടിക്കിടന്ന് ഉറങ്ങി. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ശബ്ദം വന്നു. ശബ്ദമല്ല, ഭയങ്കര വെളിച്ചം വന്നു. ആള് നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവിയുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്താ പറയണെന്ന് ഞാൻ മറന്നുപോയി. അവരൊക്കെ കൂടി പുറത്തോട്ട് എന്തോ ഇതിന് വന്നേക്കണ ഒരു ഇത് ഇയാള് കണ്ടു. പക്ഷെ ഇയാളത് ഒച്ചെടുക്കുകയെ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അയാള് വെട്ടുകിട്ടി മരിച്ചു പോവും എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇതെന്റെ അമ്മാമ്മേന്റെ അനിയൻ പറഞ്ഞു തന്നിട്ടുള്ള, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ആക്സിഡന്റുകൾ നടക്കുന്ന സ്പോട്ട് ഉണ്ട്. ഇപ്പം നമ്മുടെ കുന്നമാവ് ചന്തക്കപ്പേള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, പണ്ടെങ്ങാണ്ട് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് അയാളുടെ തലയൊക്കെ പൊട്ടി തലച്ചോറൊക്കെ പുറത്ത് വന്നിട്ട്, നിങ്ങൾക്ക് ഇപ്പൊ കേട്ടപ്പോ എങ്ങനെ ഉണ്ടാവും, അന്ന് കുഞ്ഞിലത് കേട്ടപ്പോ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. തലച്ചോറൊക്കെ വന്ന് അത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്ന വെച്ചൊരു സ്ഥലമാണെന്ന്. അതെന്ന് വെച്ചൊരു വലിയൊരു വളവാണ്. അപ്പോ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞങ്ങളുടെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ, അതായത് ഫ്രണ്ടില് ഹൈവേ ആണ്, അവിടെ ഒരു വളവ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടെ എപ്പോഴും ആ ഒരു പാലത്തിന്റെ മേളിൽ എപ്പോഴും ആക്സിഡന്റ് നടക്കും. അപ്പോൾ ഇപ്പൊ ഞാനൊക്കെ എന്താ കഴിഞ്ഞിട്ട് ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അവിടെ. നമ്മളിപ്പോ ചിലപ്പോൾ എന്തെങ്കിലും വല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഭയങ്കര ശബ്ദം കേൾക്കും. പിന്നെ എല്ലാവരും കയറി നോക്കുമ്പോ ഇതേപോലെ ഭയങ്കര വലിയ എന്തെങ്കിലും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്താ പറയാ, ഈ സ്ഥിരമായിട്ട് ഒന്നിൽ കൂടുതൽ തവണ അവിടേക്ക് ഒരു സ്ഥലത്ത് ആക്സിഡന്റ് നടക്കുമ്പോൾ ആ മരിച്ചുപോയ ആത്മാക്കള് അവിടെ ഉണ്ടാവും. അപ്പൊ അവരായിരിക്കും എന്താ പറയാ വീണ്ടും ആക്സിഡന്റ് ഉണ്ടാക്കുന്നതെന്ന്. കാരണം അവർക്ക് അങ്ങനെ ഗതി കിട്ടുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വല്ല പ്രാർത്ഥനയോ പൂജയോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ സ്ഥിരമായിട്ട് ആക്സിഡന്റ് ചെയ്യുമ്പോൾ ദുർമരണങ്ങളാണല്ലോ സംഭവിക്കുന്നത്. നമ്മൾ ആയുസെത്തി മരിക്കുന്ന കാര്യങ്ങളെല്ലാം ദുർമരണങ്ങളാണ് സംഭവിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മാവ് കിടന്ന് കളിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം ഇടയ്ക്കിടക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നതാണ് അമ്മ പറയുന്നത്. സോ ഇതൊക്കെ എനിക്ക് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതേപോലെ സാധാരണ ഞാൻ AC ഇട്ടിട്ടാണ്ടിരിക്കാറ്. ഇന്നിപ്പോൾ AC വർക്ക് ആവണില്ല, എന്താണാവോ, ഫാൻ ഇട്ടാൽ ഭയങ്കര ശബ്ദം കേൾക്കില്ലേ. പിന്നെ വിനയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഉണ്ട് മലയാളത്തിൽ. സോ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിക്ക യക്ഷി സിനിമകളിലെയും ആക്ട്രസിനെ കാണാനായിട്ട് നല്ല സുന്ദരികളായിരിക്കും. എക്സാമ്പിൾ വെള്ളി നക്ഷത്രം, പിന്നെ യക്ഷിയും ഞാനും, പിന്നെന്താ പറയുക ആകാശഗംഗ, ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വിനയൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അതേപോലെ എന്താ പറയാ, ഞാൻ വേറെ എന്തോ കാര്യം കൂടെ പറയാം. പിന്നെ അതിശയൻ, അത്ഭുത ദ്വീപ്, അങ്ങനത്തെ സിനിമകളും ഇയാൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഞാനൊരു പാട്ട് പാടട്ടെ. ഒരു യക്ഷിപ്പാട്ട് പാടാനാണ് എൻ്റെ ആഗ്രഹം. ഒരു യക്ഷിപ്പാട്ട് പാടാട്ടോ, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. കളം മായ്ക്കാതെ കഥയറിയാതെ മിഴികൾ പറന്നു പോയി, തുതി തീരാത്ത വേഴാമ്പലായി. കളം മായ്ക്കാതെ കഥയറിയാതെ മിഴികൾ പറന്നു പോയി, തുതി തീരാത്ത വേഴാമ്പലായി. കുഴൽ വിളി നീ കേൾക്കുമോ, തരുമോ ഈ മണ്ണിലൊരു ജന്മം കൂടി നീ, പുതുമഴയായി വന്നോ നീ, പുളകം കൊണ്ടു പൊതിഞ്ഞോ നീ, ഒരേ മനസ്സായി നാം. ഉടലറിയാതെ ഉയരറിയാതെ അണയോ നീ
വരൂ നിശാഗീതമായി. ആക്ച്വലി എനിക്ക് ബ്രീത്തിങ് അധികം കിട്ടുന്നില്ല, ഒരു പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ ഞാൻ അത്ര വലിയ ഗായികയൊന്നുമല്ല. എൻ്റെ ഇപ്പം പ്രേതത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ഒപ്പിച്ചൊന്ന് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്കും ഇതേപോലെ എന്താ പറയുക പടവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അച്ചിച്ചന്മാരോ അച്ഛാമ്മമാരോ അമ്മാമ്മമാരോ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ പറയാ. ഓക്കെ, ഇപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. Thank you for watching. This is Seyedalakshmi Abhilash signing off.